ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ 6 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി കുറച്ച് റിലാക്സ് ആയിട്ട് തന്നെയാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചില്ലി ഗോപിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് മോൾ കൊണ്ടുപോകുന്നത് സ്കൂളിലേക്ക് ലഞ്ചിനായിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പതിയെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ചായ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രാസിൻ്റെ ഒരു സോസ് പാനാണ്. പ്യുവർ ബ്രാസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 1200 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. ഹൈ ഗ്രേഡ് ബ്രാസ് ആണ്, ഹാൻഡ് മെയ്ഡ് ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈലി ഡ്യൂറബിൾ ആണ്, ടിൻ കോട്ടഡ് ആണ്. അതുപോലെ നാച്ചുറലി നോൺ സ്റ്റിക്ക് ആണ് ഇന്നർ സർഫേസിൽ വരുന്നത്. 100% ഫുഡ് സേഫ് ആണ്. ഇതിന് ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള ലീഫ് എംബോസ്ഡ് കപ്പ് ആൻഡ് സോസറാണ് കേട്ടോ. സെറ്റ് ഓഫ് 4 ആയിട്ടാണ് വരുന്നത്. ഹാൻഡ് ഗ്ലേസ്ഡ് സർഫേസ് ആണ് വരുന്നത്. സ്റ്റാൻഡ് വരുന്നത് അയൺ ആണ് കേട്ടോ. നല്ല സ്റ്റഡി ആയിട്ടുള്ള അയൺ സ്റ്റാൻഡാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. പിന്നെ എംബോസ്ഡ് ലീഫ് പാറ്റേൺ ആണ്, പേസ്റ്റൽ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരു പോട്ട് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഒരു പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് പോട്ടാണ്. സ്മൂത്ത് ഔട്ടർ സർഫേസ് ആണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് റബ്ബർ സ്റ്റോപ്പർ വരുന്നുണ്ട് കേട്ടോ. ബേജ് കളറാണ്. 15x14 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചപ്പാത്തിയും ചില്ലി ഗോപിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില്ലി ഗോപിക്ക് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ക്യാപ്സിക്കൊക്കെ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രിംഗ് ഓണിയനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ടെയ്നറിലാണ് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലോക്കിംഗ് ലിപ്സ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ലിഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. PP ലിഡാണ് വരുന്നത്. സ്റ്റാക്കബിൾ സ്ക്വയർ ഡിസൈൻ ആണ് വരുന്നത്. ഇത് 800 ml, 500 ml, പിന്നെ 300 ml, 120 ml ഇങ്ങനെയാണ് വരുന്നത്. സേജ് ഗ്രീൻ ആണ് വരുന്നത്. മൈക്രോവേവിലും ഓവനും ഡിഷ് വാഷറിലൊക്കെ സേഫാണ്. ലിഡ് മാറ്റിയിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് സെറ്റ് ഓഫ് 4 ആയിട്ടാണ് വരുന്നത്. എല്ലാം തലേദിവസം തന്നെ നമ്മൾ ഇതേപോലെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ്. ചപ്പാത്തി പരത്താനും പൂരി പരത്താനൊക്കെ നല്ല അടിപൊളി ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് ഒരു ഗീ പോട്ടാണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്പൂണോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. 350 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നെയ്യൊക്കെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാനും പറ്റും. ഇതേപോലെ ഒഴിച്ച് എടുക്കാനും പറ്റും
പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു പാത്രത്തിലാക്കി എടുത്തിട്ട് പിന്നെ അത് ഉരുക്കിയൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നേരെ നമുക്ക് പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മോൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നിപ്പോൾ മോൾ കുറച്ച് വൈകിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 8 മണിക്കാണ് സാധാരണ ബസ് വരുന്നത്. അപ്പോൾ ബസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ട് ആക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും ഗോപിയാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മോള് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാണ്. അപ്പോൾ ഇത് ഒരു 12 സെറ്റിൻ്റെ ഒരു വുഡൻ സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള സ്പൈസ് ജാഴ്സും ഓയിൽ ബോട്ടിലൊക്കെ വരുന്ന ഒരു റാക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ചെറുത് വരുന്നത് 100 ml ആണ്. പിന്നെ ഓയിൽ ബോട്ടിൽ വരുന്നത് 550 ml ആണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ ഓയിൽ ബോട്ടിൽ. വലിയ ജാറ് വരുന്നത് 420 ml ആണ്. അത് 4 ജാറാണ് വരുന്നത്. അപ്പോൾ ചെറുത് വരുന്നത് 6 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഇത് നാച്ചുറൽ ബാംബു വുഡ് ഫ്രെയിം ആണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. ഓയിൽ ബോട്ടിലിന് സ്പൗട്ട് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. 6 സ്മോൾ ജാറും 2 ഓയിൽ ഡിസ്പെൻസറായിട്ട് വരുന്ന 4 സെക്ഷനായിട്ടുള്ള റാക്കായിട്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് വെക്കുന്ന അരിയും പച്ചരി ഇടാൻ വേണ്ടിയിട്ട് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഒരെണ്ണം 10 കിലോത്തിൻ്റെയും പിന്നെ ഒരെണ്ണം 5 കിലോത്തിൻ്റെ, അങ്ങനെ 2 എണ്ണമാണ് കേട്ടോ. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സാണ്. മെഷറിംഗ് കപ്പ് ഇൻക്ലൂഡഡ് ആണ്. BPA ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവുന്നതാണ് കേട്ടോ ഈ സ്റ്റോറേജ് ബോക്സ്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അരിയുണ്ട്, കഴിയാറായോ എന്നൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനൊക്കെ എല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനും അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. സെറ്റ് ഓഫ് 4 ആയിട്ടാണ് വരുന്നത്. 500 ml, 800 ml, പിന്നെ 1000 ml, 1600 ml ഇങ്ങനെയാണ് എൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഹൈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. മൈക്രോ സേഫ് ആണ്. ഡിഷ് വാഷർ സേഫ് ആണ്. പിന്നെ ഫ്രീസറിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് സ്റ്റോർ ചെയ്യാനും പിന്നെ ഫുഡ് നമുക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് റീഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. അപ്പോൾ ഞാനിത് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് മത്തങ്ങയും വെള്ളപ്പയറും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോയ ചങ്ക്സ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചക്കായ വേവിച്ച് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ബോക്സ് എടുത്തിട്ടുണ്ട്.
ഇത് 4 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്ന നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹാൻഡിൽ വരുന്നുണ്ട്. മൾട്ടി പർപ്പസ് യൂസ് ആണ് കേട്ടോ. പിന്നെ 4 സെക്ഷനായിട്ടാണ് വരുന്നത്. കപ്പാസിറ്റി 1920 ml ആണ് കേട്ടോ. റിമൂവബിൾ കമ്പാർട്ട്മെൻ്റ് ആണ്. ലിഡ് വരുന്നത് ക്ലിപ്പ് ലോക്ക് ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റി ബോഡി ആണ് കേട്ടോ വരുന്നത്. ഓഫ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. പിന്നെ ഇത് വേവ് ഡിസൈനിൽ വരുന്ന സെറ്റ് ഓഫ് 6 ഗ്ലാസ് പ്ലേറ്റ് ആണ്. എംബോസ്ഡ് വേവ് ഡിസൈൻ ആണ് ബേസിൽ വരുന്നത്. ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റ് ആണ്. അതുപോലെ ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു പ്ലേറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കാണിച്ച പ്രൊഡക്ട്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.